നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ബാലൻ സിറ്റ് ഔട്ട് നിൽക്കണ സമയത്താണ് ആ കാഴ്ച കാണുന്നേ. അലോക് അതിലൂടെ നടന്നു പോന്നേ. അലോകിന്റെ നെറ്റിയിലും മുഖത്തും ഒക്കെ പാടുണ്ട്. അത് മാത്രല്ല, എവിടെയൊന്നോ നല്ല തല്ല് കിട്ടിയ ലക്ഷണമുണ്ട്. കൈക്ക് ഇങ്ങനെ സ്ലിങ്ങലിട്ടേക്കുക, തൂക്കിയിട്ടിരിക്കുക ഇങ്ങനെ. അപ്പൊ കൈക്കൊക്കെ എന്തോ പൊട്ടലോ ചതവോ ഒടിവോ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അലോക് ചട്ടി ചട്ടി കൃഷ്ണമംഗലത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് ബാലനോർത്തു, ഇവൻ്റെ ഇത് എന്ത് പറ്റിയതായിരിക്കും? വല്ല ബൈക്ക് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായതാണോ? അതോ ഇവന്റെ കയ്യിലിരിപ്പ് വെച്ച് ഇവനിട്ട് ആർക്കേലും ഇവനിട്ട് ആരെങ്കിലും കൊടുത്താണോ എന്നൊരു ചിന്തയൊക്കെ ബാലന്റെ മനസ്സിലുണ്ടായി. ആകാശും ആരിനും ഒക്കെ അവനെ നോക്കി നടക്കുക. കൈ കെട്ടിട്ടുണ്ടെങ്കിൽ അവനെ പഞ്ഞിക്കിടുമെന്നും പറയാൻ നടക്കുന്നേ. ഒരു പക്ഷെ അങ്ങനെ എന്തേലും ആണോന്ന് ബാലന്റെ ഉള്ളിൽ ഒരു സന്ദേഹം ഉണ്ടായി. ഈ സമയത്ത് അലോക് കൃഷ്ണമംഗലത്തേക്ക് ചെന്ന് കയറുവാണ്. അപ്പോഴേക്കും രാത്രി അങ്ങോട്ട് ഇറങ്ങി വന്നു. അയ്യോ, ഇതെന്താടാ മോനെ, ഇതെന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചോണ്ട് പെട്ടെന്ന് കയറി കയ്യിലേക്ക് പിടിക്കണം. അയ്യോ എന്റെ അമ്മ, പതുക്കെ പിടിക്ക്, എനിക്ക് വേദന എടുക്കുന്നുണ്ട്. എടാ ഇത് എന്താന്ന് ചോദിച്ചു. ആ സമയത്താണ് നന്ദിതയൊക്കെ വരുന്നത്. എന്താടാ അലോകെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ബൈക്കിന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാന്ന് പറഞ്ഞു. ബൈക്ക് സ്ലിപ്പായതോ? എന്ത് കാണിച്ചിട്ട്? അത് പിന്നെ സൈഡിലേക്ക് ചെരിഞ്ഞ ആ സമയത്ത് ഇങ്ങനെ സംഭവിച്ചേ. എടാ നിന്റെ മുഖത്തൊക്കെ ഉണ്ടല്ലോ മുറിവ്. അതപ്പ സംഭവിച്ച. സത്യം പറയടാ, ഇനി നിന്നെ വല്ലവരും ഉപദ്രവിച്ചോ മറ്റോ ആണോ? ആ ദേവമംഗലംകാരെങ്ങാനും നിന്നെ ഉപദ്രവിച്ചാണോ? അവരെന്നെ ഉപദ്രവിച്ചൊന്നും അല്ലെന്ന് പറഞ്ഞു. ഇതുപോലൊക്കെ തന്നെ മുമ്പ് നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ടെന്ന് രാജശ്രീ പറഞ്ഞു. അമ്മേ, ഒന്ന് മനസ്സമാധാനം തരാവോ, ഇത്തിരി ഒന്ന് വെറുതെ വിടാവോ? അതും പറഞ്ഞുകൊണ്ട് അലോക് നേരെ മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിൽ പോയിരിക്കുക. അലോകിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴലോക് ഓർത്തു, ഇതങ്ങനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ ആര്യ, ആകാശേ, നിനക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ നീയൊക്കെ ഈ പരുവാക്കിയില്ലേ, അപ്പൊ അതിന് ഞാൻ പ്രതികാരം ചെയ്യും. ഈ അലോക് ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യും. എങ്ങനെയാണെന്നറിയാവോ? അനു ഉണ്ടല്ലോ, നിന്റെയൊക്കെ പെങ്ങള്, അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഈ വീട്ടില് അവളെന്റെ ഭാര്യയായിട്ട് ഇവിടെ വരും. അങ്ങനെയായിരിക്കും നിന്നോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യാൻ പോന്നെ. അല്ലാതെ അല്ലടാ, കയ്യാങ്കളി കൊണ്ടല്ല ഞാൻ ചെയ്യാൻ പോന്നെ. അങ്ങനെ അലോക് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. വൈരാഗ്യമായിരുന്നു അവന്റെ മനസ്സ് നിറയും. അനുവിനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിയും വൈരാഗ്യവും. ആ സമയത്ത് ദേവിയുടെ അടുത്തേക്ക് ഗോമതി ചെന്നു. ഗോമതി എന്നിട്ട് പറഞ്ഞു, മോളെ ആഹാരം എടുത്തോണ്ട് വരട്ടേന്ന് ചോദിച്ചു. വേണ്ടമ്മേ, എനിക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞു. വിശക്കുന്നില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാന്നേ? ആഹാരം ഒന്നും മോള് കഴിച്ചിട്ടില്ലോ. എനിക്ക് എന്താണെന്ന് അറിയില്ലമ്മേ, വിശക്കുന്നില്ലാത്തോണ്ട. അത് ശരിയാകത്തില്ല. രാവിലെ ആണെങ്കിലും മോളൊന്നും നേരെ ചൊവ്വേ കഴിച്ചിട്ടില്ല. ഇപ്പോഴും മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, മോളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ ആനന്ദിനോട് സംസാരിക്കാനെന്ന് പറഞ്ഞു. എന്ത്? അല്ല മോളെ, അത് പിന്നെ ഈ വീട്ടിലായതുകൊണ്ടാ. ഈ വീട്ടിൽ ചിലപ്പോൾ മോൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും നിൽക്കാനായിട്ട്. കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളും വിഷമങ്ങളും അതുപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ആനന്ദിനോട് പറഞ്ഞിട്ട് മോൾ ആനന്ദിനെയും കൂട്ടി കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുക. അല്ല അമ്മ എങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയണേ. നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് പോകും, കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാനായിട്ട് അത് സഹായമാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ബാലൻ അങ്ങോട്ടേക്ക് ഇരുന്നേ. ബാലൻ അവിടെ ഇങ്ങനെ അത് കേട്ടോണ്ട് നിൽക്കുകയാണ്. കാരണം ദേവിയുടെ മുഖത്ത് നോക്കാൻ പോലും ബാലിന് ഭയങ്കര വിഷമമായിരുന്നു. ദേവിയുടെ സങ്കടം കാണാൻ ബാലിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അമ്മ എന്താ അമ്മ പറയണേ? അമ്മ എന്തറിഞ്ഞിട്ടാ പറയുന്നേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്നറിയാവോ? ഈ വീടാണ്. ഈ വീട്ടിൽ കിടക്കുന്ന എനിക്കിഷ്ടം. ഈ വീടല്ലാതെ വേറെ എനിക്കൊരു ലോകമില്ല. ഇവിടെ കിട്ടുന്ന സമാധാനം സന്തോഷമൊന്നും എനിക്ക് വേറെ ഒരിടത്ത് പോയാലും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരിടത്തേക്കും പോണ്ട, എനിക്ക് ഈ വീട്ടിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി ശ്രീദേവിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ബാലനും അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ബാലൻ പിന്നീട് വന്നിട്ട് പറഞ്ഞു, മോളെ നീ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല. ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് മായും. ഏതെങ്കിലും കുറച്ച് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുവാണെങ്കിൽ അതൊന്നും സാരമില്ല അച്ഛാ, ഞാനിവിടെ ഓക്കെയാന്ന് പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു, അല്ല മോളെ, അനു കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അച്ഛാ, ഇനി അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അവള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, ഇനി പാവത്തിനെ വിഷമിപ്പിക്കില്ലെന്നൊക്കെ ദേവി പറയുന്നുണ്ട്. പിന്നീട് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി എന്ത് ചെയ്തു, അടുക്കളയിൽ പോയി കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ദേവിക്ക്. അങ്ങനെ ദേവിയോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടമ്മേന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയും ശരിയാവുന്നേ, ഇത് കഴിക്കാൻ പറഞ്ഞു. അമ്മ വാരി തരാന്നും പറഞ്ഞുകൊണ്ട് ഗോമതി വാരി കൊടുക്കുവാണ് ദേവിക്ക്.
ദേവിക്ക് വാതുറക്കാതിരിക്കാൻ പറ്റില്ല. ഈ സ്നേഹമൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രീദേവിക്ക്. താൻ എത്ര വലിയ ചതിയെ കുടുംബത്തോട് ചെയ്തേ. തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവരോട് താൻ ചെയ്തോ, തൻ്റെ കുടുംബത്തിലുള്ളവർ ചെയ്തോ, ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശ്രീദേവിക്കത്. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരുപക്ഷെ താനും തൻ്റെ കുടുംബം ചെയ്ത് തെറ്റിലുള്ള ഫലമായിരിക്കും തൻ്റെ കുഞ്ഞു പോയത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പം താല്പര്യപ്പെടുന്നത്. അതിന് കാരണമൊന്നുമല്ല, തൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുടുംബത്തോട്. ഇത്ര നല്ലൊരു കുടുംബത്തോട് തെറ്റ് ചെയ്തതിൻ്റെ പേരിലായിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആര്യനും ആകാശമൊക്കെ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ബാലനും കൂടി ചെന്നു. ബാലൻ ചെന്നിട്ട് ചോദിച്ചു, എടാ ആര്യ, നിങ്ങൾ ഒന്ന് അലോകനെ കാണുമോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. എന്താച്ചാ അങ്ങനെ പറഞ്ഞേ? എന്താ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല, അലോക് എന്തോ പരിക്ക് പറ്റി വീട്ടിലേക്ക് പോകുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പെട്ടെന്ന് ആര്യനെ ഒന്ന് നോക്കി. ആ സമയത്ത് ആകാശ് പറഞ്ഞു, അത് പിന്നെ അച്ഛാ സത്യം പറയണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അവനെ ഒന്ന് പെരുമാറി അച്ഛാ. ഇത്തിരിയെങ്കിലും ഒന്ന് പെരുമാറാതെ ഞങ്ങൾക്ക് വെറുതെ വിടാൻ പറ്റുമോ? കൈ കിട്ടിയിട്ടുണ്ടെ പിന്നെ കൊന്നില്ല, കൊല്ലണം എന്ന് ഉദ്ദേശിച്ച. പക്ഷെ അവനെ പെട്ടെന്ന് കൊല്ലണ്ടെന്ന് വിചാരിച്ചു. ഇഞ്ചിഞ്ചായിട്ട് വേണം അവനെ തീർക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കിട്ടുമ്പോൾ അവനെ ഒന്ന് പെരുമാറി വിടണം. അവന് ഓർമ്മയിലുണ്ടായിരിക്കണം. അവൻ ഒരു കാരണവശാലും ഈ ജന്മത്തിൽ അവൻ മറക്കരുത്. ശ്രീദേവി വെച്ചിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലനൊരു സമാധാനമായി. അവനിട്ട് നാളെ കൊടുക്കാനെങ്കിലും പറ്റിയില്ലോ. ശരിക്കും പറഞ്ഞാൽ അവനെ കൊല്ലേണ്ടതായിരുന്നു. പക്ഷെ കൊന്നില്ല. അല്ല, കൊല്ലുന്നേക്കാളും ഭേദം തന്നെയാണ്. ഒറ്റയടിക്ക് അവൻ മരിക്കേണ്ടവനല്ല, ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ടവനാന്ന് ബാലിന് മനസ്സിലായി. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ദേവിയോട് മിണ്ടു പോലും ചെയ്തില്ല, മൈൻഡ് പോലും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. എങ്ങോട്ടാ പോയത്, എങ്ങോട്ടാന്നും ശ്രീദേവി എപ്പോൾ നോക്കിയതില്ല. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കണ്ടു. ഹാളിൽ കാണുമെന്ന് വിചാരിച്ചു. കുറെ സമയം രാത്രിയായിട്ടും ആനന്ദ് വന്നില്ല. അപ്പോഴേക്ക് ശ്രീദേവി എടുത്തു, ആനന്ദത് എവിടെ പോയേക്കോ, ഒന്നും അറിയത്തില്ലോ എന്നൊക്കെ ശ്രീദേവിയുടെ മനസ്സിലാകപ്പാട് ടെൻഷനായി. പിന്നീട് ശ്രീദേവി മുറിക്ക് പുറത്തേക്ക് വരുമ്പോഴത്തേനും ആനും ആകാശം കൂടെ കൊടുത്തു. എന്താ ദേവിച്ചി, ആരും നോക്കണമെന്ന് ചോദിച്ചു. ആനന്ദേണ്ണ എന്ത് പറ്റി? അല്ല, അത് പിന്നെ ആനന്ദേണ്ണെ കണ്ടില്ലെന്ന് പറഞ്ഞു. വീണ്ടും കാണാതെ പോയെന്ന് ചോദിച്ചു. അതെ, കുറച്ചു മുമ്പ് ഒരു ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അതെ, ഒരു കാര്യം ചെയ്യാം, ശ്രീദേവി ചേച്ചൊന്ന് വിളിച്ചോ ആനന്ദേണ്ണ നമ്പറിലേക്കെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചാൽ ശരിയാകത്തില്ല, എന്നാ ഞാൻ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ആരും വിളിക്കുവാണ്. ഈ സമയത്ത് ആനന്ദ് ടെറസിൽ പോയി കിടക്കുമായിരുന്നു. ആനന്ദിന് മുറിയിൽ ഇരിക്കാൻ പോലും തോന്നിയില്ല. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കിട്ടു. ടെറസിന്റെ മുകളിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആകാശവും ആര്യനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പം ആനന്ദ് ടെറസിന്റെ മുകളിൽ ഒരു പാവിരിച്ച് അവിടെ കിടക്കുന്നുണ്ടോ. പെട്ടെന്ന് ആകാശം എന്നിട്ട് ചോദിച്ചു, എന്താ ആനന്ദേട്ടാ, എന്താ ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മനും കൂടെ അങ്ങോട്ട് കയറി വന്നു. ഒന്നുമില്ലടാ, വെറുതെ. എന്താ ആനന്ദേട്ടാ, എഴുന്നേക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേപ്പിച്ചു. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ആനന്ദേട്ടനെ കുറിച്ച് പ്രതീക്ഷിച്ചേ. കുറച്ചുകൂടി ഒന്നും ബോൾഡ് ആവണ്ടേന്ന് ചോദിച്ചു. എന്താ മുറിയിൽ കിടക്കാത്തേന്ന് ചോദിച്ചു. മുറിയിൽ എനിക്ക് കിടക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. ആനന്ദേട്ടാ, ഈ ചെയ്യുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? പാവ ശ്രീദേവി എടുത്തി എത്ര മാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ? ആനന്ദേട്ടന്റെ മനസ്സിലൊരു വിചാരം കാണും, ശ്രീദേവി എടുത്തി എല്ലാത്തിനും കാരണമെന്ന്. ശ്രീദേവി എടുത്തി പാവ, ശ്രീദേവി എടുത്തി ഇനി കുറ്റപ്പെടുത്തല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേന്ന് ചോദിച്ചു. എന്നാലും ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ദേവിയെടുത്തി ഒരു കാരണവശാലും കുറ്റപ്പെടുത്തില്ല. ദേവിയെടുത്ത് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല എന്നൊക്കെ അവരിങ്ങനെ പറയണം. ആനന്ദിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പഴയതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്, കൈപിടിക്കാനായിട്ട്. പിന്നീട് ആനന്ദിനോട് ചോദിച്ചു, അതെ, ബിയർ വല്ലതും മേടിക്കണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ. ബിയർ മേടിച്ചോണ്ട് വന്നിട്ട് ഇനി ഇവനെ അടിച്ച് ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ പോലെ എങ്ങാനും ആണെങ്കിൽ തീർന്നു അതോടുകൂടി, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് ധർമ്മൻ്റെതായ രീതി ഉപദേശിക്കുന്നുണ്ട്, കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ആനന്ദിനോട് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദിന് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലെന്നുള്ള കാര്യം അവർക്കും അറിയായിരുന്നു. ആ സമയത്ത് ഉദയഭാനും വല്ലാത്ത ടെൻഷനിലാണ്. ഇതുവരെയായിട്ട് ശ്രീകലയോട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പറയണോ വേണ്ടോ എന്നൊരു 3-4 വട്ടം ആലോചിച്ചു. ഒടുവിൽ പറയാൻ തന്നെ തീരുമാനിച്ചു. പറയാതിരുന്നിട്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അപ്പൊ പിന്നെ താൻ എന്താ പറയാത്തെന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രീകലയുടെ അടുത്ത് ചെന്ന് ഉദയഭാനു കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുവാണ്. ആദ്യമൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, എങ്ങനെ അത് തുടങ്ങണം എന്നറിയില്ലാതെ. ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയാണ്. ശ്രീദേവിയുടെ കുഞ്ഞു പോയെന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകല ചാടി എഴുന്നേറ്റു. ചോദിച്ചു, എന്തൊക്കെയാ ഉദയേട്ടെ പറയണേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. സത്യമാ ശ്രീകല പറഞ്ഞേ, ശ്രീദേവിയുടെ വയറ്റിലിപ്പോൾ കുഞ്ഞില്ല, അവളുടെ കുഞ്ഞ് അബോർട്ടായിപ്പോന്ന് പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ വല്ലാത്തൊരു വിഭ്രാന്തിയിലായിപ്പോയി ശ്രീകല.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.